ഞങ്ങളെല്ലാവരും വീട്ടിലും ഓരോ കുഞ്ഞുങ്ങൾ കോവിഡ് വാക്സിൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത്ര മാത്രമല്ല, ഇനിയുള്ള ആൾക്കാര് ഞങ്ങൾക്ക് ഇവിടെ എല്ലാവരും ഒത്തുകൂടി ചേരാൻ പറ്റിയത് ഇത്ര ആൾക്കാർ മാത്രമാണ്. സോ ഇത് സംഭവിച്ച ശേഷം ഞങ്ങൾ എല്ലാവരും പലതരങ്ങളിലും ലൈക്ക് PMO ഓഫീസിന് മെയിലായിട്ടും പിന്നെ ഹെൽത്ത് മിനിസ്റ്ററിന് മെയിലായിട്ടും ICMRന് പിന്നെ ഡയറക്ടർ ജനറലിന് എല്ലാം പല വിധത്തിലും ഇത് എന്താ പറയാ പ്രസന്റേഷൻസ് കൊടുത്തിട്ടുണ്ട്, അതിന്റെ ഡീറ്റെയിൽസ് മുഴുവൻ കൊടുത്തിട്ടുണ്ട്. ആരും ഒന്നും ചെയ്തില്ല. പിന്നെ വന്നിട്ട് 2021 ഒക്ടോബറിൽ ഞങ്ങളും ഇതിന്റെ ഭാര്യ സുജിനി ഞങ്ങളും പിന്നെ ഹൈദരാബാദിലെ രചന ഗംഗു പറഞ്ഞ അവരുടെ മോളും ഒന്ന് മരിച്ചിട്ടുണ്ട്. ഇതുപോലെ വാക്സിൻ എടുത്തിട്ട് അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങളുടെ പ്രസ് നോട്ടിലുണ്ട്. അവരും കൂടി സുപ്രീം കോടതിയിൽ ഒക്ടോബറിൽ കേസ് കൊടുത്തു 2021. അതിനുശേഷമാണ് ഗവൺമെന്റ് വന്നിട്ട് കുറച്ച് ചെറിയ ചെറിയ നീക്കങ്ങൾ ഞങ്ങൾ കൊടുത്ത റെപ്രസെന്റേഷന് റിപ്ലൈ ചെയ്യുക, അങ്ങനെ റിപ്ലൈ അഗെയിൻ ഇൻ ടെംപ്ലേറ്റ് ഫോം കോവിഡ് വാക്സിൻസ് ആർ സേഫ്, അത്രയേ ഉള്ളൂ അവർക്ക് പറയാനുള്ളത്. സോ അങ്ങനത്തെ ഒരു ചെറിയ നീക്കങ്ങൾ അതിന് ശേഷമാണ് ഉണ്ടായത്. പിന്നെ കുറെ കേസസിൽ വന്നിട്ട് അവര് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും മാസങ്ങൾക്ക് ശേഷമാണ് മാതാപിതാക്കൾക്ക് കൊടുക്കുന്നത്. ക്ലിയർ കേസ് ഓഫ് കോവിഡ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ജനങ്ങളുടെ നടുവിൽ ഈ കോവിഡ് വാക്സിനെ കുറിച്ച് സത്യാവസ്ഥ എത്താൻ പാടില്ല എന്ന ഒരു ഒബ്ജക്റ്റീവിലാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു പ്രസ് കോൺഫറൻസ് പണ്ടേ ചെയ്യേണ്ടിയിരുന്നു, ഞങ്ങളെ കൊണ്ട് പറ്റിയില്ല. എല്ലാം ഒത്തുകൂടാനും ചേരാനും കോടതി നടപടികൾ നടക്കുകയായിരുന്നു. ഇപ്പൊ ഞങ്ങൾ സുപ്രീം കോടതിയിൽ പിന്നെ സാറ് വന്നിട്ട് നാരായണൻ സാറ് അവരുടെ മോൾ മാളവിക മരിച്ചിട്ടുണ്ട്. പിന്നെ സാബു സാറ് അവരുടെ മോൾ നോവ മരിച്ചിട്ടുണ്ട്. പിന്നെ ഇവരെല്ലാരും വന്നിട്ട് ലൈക്ക് ഹൈക്കോടതിയിൽ കേസ് നടക്കുന്നുണ്ട്. അതുപോലെ രഞ്ജിത്തിന്റെ വൈഫ് മഹിമ മാത്യു, ഷി വാസ് ക്യാരിങ് ട്വിൻസ്, ആക്ച്വലി ഷി വാസ് പ്രഗ്നന്റ് വിത്ത് ട്വിൻസ്. ആൻഡ് അവരൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോയപ്പോൾ അവര് പറഞ്ഞു സേഫ് ആണ്, നിങ്ങൾ പോയി വാക്സിൻ എടുത്തോളൂ പറഞ്ഞു. വാക്സിൻ എടുത്തിട്ട് വിത്തിൻ ഡേയ്സ് ഷീ സഫേർഡ് ആൻഡ് ഡൈഡ്. അവർ പാരസിറ്റമോൾ മാത്രമേ കൊടുത്തുള്ളൂ തലവേദന പറഞ്ഞു പോയപ്പോ. കാരണം ഡോക്ടർമാരാർക്കും ഇതിനെ കുറിച്ച് അറിയും കൂടിയില്ല, പാർശ്വഫലങ്ങൾ ഉള്ളത് ഒന്നും അറിയും കൂടിയില്ല. ഇതിന്റെ വളരെ ഒരു ദുഃഖകരമായ ഇൻഫർമേഷൻ എന്താണെന്ന് പറഞ്ഞാൽ, ലോകം മുഴുവൻ 15 രാജ്യങ്ങളിൽ മാർച്ച് ഏപ്രിൽ 2021 ഈ കോവിഷീൽഡ്, അത് പുറദേശങ്ങളിൽ അറിയപ്പെടുന്നത് അസ്ട്രാസെനക്ക എന്ന പേരിലും വാക്സ്റവിയ എന്ന പേരിലും ഒക്കെയാണ്. ആ വാക്സിന്റെ കാരണം ബ്ലഡ് ക്ലോട്ട്സ് ഉണ്ടാവുന്നത് എന്ന് കണ്ടുപിടിച്ചിട്ട് 15 രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇത് മാർച്ച് ആൻഡ് ഏപ്രിൽ 2021 സസ്പെൻഡ് ചെയ്യുകയും പല കൺട്രീസിൽ ഏജ് ലിമിറ്റ് ചെയ്യുകയും ചെയ്തു. ഏജ് ലിമിറ്റ് എന്ന് വെച്ചാൽ UK ഫോർ എക്സാമ്പിൾ ഏപ്രിലിൽ അവർ പറഞ്ഞു 30 ഇയേഴ്സിന് താഴെയുള്ളവർക്ക് ഇത് കൊടുക്കരുത്, ഡേഞ്ചറസ് ആണ് പറഞ്ഞിട്ട്. പിന്നെ അവര് ആ ലിമിറ്റിനെ 45 ആക്കി കുറച്ചു ദിവസം കഴിഞ്ഞിട്ട്. പക്ഷേ ദുഃഖകരമായിട്ട് ഇന്ത്യയിൽ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, ഈ ന്യൂസ് ഒന്നും പുറത്തു വന്നില്ല എന്ന് മാത്രമല്ല, അവരൊക്കെ സസ്പെൻഡ് ചെയ്യുന്ന സമയത്തിൽ ഇവിടെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തു പ്രോഗ്രാം. ഏപ്രിലിലാണ് നമ്മൾ വന്ന് 45+ എക്സ്പാൻഡ് ചെയ്തു. പിന്നെ മെയില് വന്നിട്ട് അവര് 18+ എക്സ്പാൻഡ് ചെയ്തു. ഞങ്ങൾ വിദ്യാലയ പോലെ TV-യിലൊക്കെ വന്നിട്ട് എല്ലാരും എടുക്കൂ, ഇത് സേഫ് ആണ്, നമ്മൾ സുരക്ഷിതയ്ക്കാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എവിടെയാ വാക്സിൻ കിട്ടാൻ തെരഞ്ഞു നടന്നു എന്നല്ലാണ്ട് ഇതിന്റെ സത്യാവസ്ഥ കാണാനും ഇതിന്റെ എന്താ ശരിയാണോ തെറ്റുണ്ടാകുമോ എന്ന് നോക്കാനൊന്നും മെനക്കെട്ടില്ല. അതൊരു വലിയ കുറ്റബോധമാണ് ഒരു അച്ഛനെന്ന്. എനിക്ക് അത് ഞാൻ മരിക്കോളം ഉണ്ടാവും. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു സ്ഥിതി ആർക്കും വരാൻ പാടില്ല. ഇതിന്റെ സത്യാവസ്ഥ എല്ലാവർക്കും അറിയണം. ബിക്കോസ് ഇത് അവർ നിർത്തിയിട്ടൊന്നുമില്ല, ഇതുപോലെ പിന്നെയും വരുന്നുണ്ട്. ഇപ്പൊ HPV വാക്സിനേഷൻ പുറപ്പെട്ടിട്ടുണ്ട്. HPV വാക്സിനേഷൻ എല്ലാവർക്കും വേണമെന്ന് പറഞ്ഞാൽ അതിന്റെ എന്തൊക്കെ പാർശ്വഫലങ്ങൾ ഉണ്ടെന്നുള്ളത് നിങ്ങൾ പഠിച്ചു നോക്കിയാൽ മനസ്സിലാവും. അത് അനാവശ്യമാണ്, അതിന്റെ പാർശ്വഫലങ്ങൾ എന്തൊക്കെയുണ്ടെന്നുള്ളത് കുറെ ഉണ്ട്. സോ ഈ ഹോൾ വാക്സിനേഷൻ തിങ് ഈസ് എ ബിഗ് സ്കാം. എനിവേ ഐ എം നോട്ട് ഗെറ്റിംഗ് ഇൻ ടു ഹോൾ ഓഫ് ദാറ്റ് നൗ. ഞങ്ങളിപ്പോ എല്ലാവരും കൂടി ഇത് പറയാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ സംഭവിച്ചത് ലോകത്ത് അറിയണം ആൾക്കാർ. കാരണം എല്ലാം ഒറ്റപ്പെട്ട ന്യൂസായി അവിടെ കിടക്കുമ്പോൾ ആൾക്കാർക്ക് ആർക്കും അറിയുന്നില്ല എങ്ങനെ സംഭവങ്ങൾ സംഭവിക്കുന്നുള്ളത്. അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ലിസ്റ്റിലുള്ള പേര് ഞങ്ങളെ കൊണ്ട് പേഴ്സണലി ന്യൂസിനെ കണ്ടുപിടിച്ച് അവിടെ ആരെങ്കിലും അറിഞ്ഞവരെ വിളിച്ച് അവരെ നമ്പർ കണ്ടുപിടിച്ച് ഇങ്ങനെ ഞങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റിയ ആൾക്കാരാണ്. ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റാത്ത വാക്സിൻ ടെസ്റ്റ് എത്രയോ ഉണ്ട്, കുറെ ഉണ്ട് ആക്ച്വലി.
സോ അതൊന്നും ഗവൺമെന്റ് ആസ് എ റെസ്പോൺസിബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ അവർ ചെയ്യേണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഇത് റിലീസ് ചെയ്യുമ്പോൾ സംതിങ് കോൾഡ് ആക്റ്റീവ് AEFI മോണിറ്ററിംഗ്. അത് വന്നിട്ട് ഈ വാക്സിനെ വന്നിട്ട് അവര് അപ്രൂവൽ കൊടുത്തപ്പോ എൻടാഗി പറഞ്ഞ ബോഡി മാൻഡേറ്റ് ചെയ്തതാണ് ആക്റ്റീവ് AEFI മോണിറ്ററിംഗ് വേണമെന്ന്. അത് ചെയ്തിട്ടില്ല. ആക്റ്റീവ് മോണിറ്ററിംഗ് വെച്ചാൽ ദേ ഹാവ് ടു ഫോളോ അപ്പ് വെദർ സംതിങ് ഈസ് ഗോയിങ് റോങ്. ഇപ്പൊ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ ആൾക്കാർക്ക് എന്തെങ്കിലും പറ്റിയാൽ പോലും നമ്മൾക്ക് ഗവൺമെന്റിന് റിപ്പോർട്ട് ചെയ്യാൻ പ്രോപ്പർ ചാനലുകൾ ഒന്നുമേ ഇല്ല. ആക്ച്വലി പണ്ട് ഉണ്ടായിരുന്ന ഒരേ റൂട്ട് വന്നിട്ട് ഡിസ്ട്രിക്ട് ഇമ്മ്യൂണൈസേഷൻ ഓഫീസറുടെ അടുത്ത് നമ്മൾ പോയി പരാതിപ്പെട്ട് അവര് വന്നിട്ട് AEFI സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. എന്നാൽ പോലും ദാറ്റ് ഇസ് എ ബ്ലാക്ക് ബോക്സ്. അവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എന്ത് പറ്റി, അതിന്റെ അപ്ഡേറ്റോ ഒരെണ്ണം പോലും നമുക്കൊന്നും അറിയില്ല. അത് അവിടെ കിടക്കും, അത്രേ ഉള്ളൂ. ഇപ്പോൾ പിന്നെ ഡോക്ടർ ജേക്കബ് പുലിയിൽ കോടതി കേസ് കൊടുത്തിട്ട് May 2022 സുപ്രീം കോടതിയിൽ വിധി വന്നു. AEFI ഷുഡ് ബി മെയ്ഡ് എൻ ട്രാൻസ്പെറന്റ് സിസ്റ്റം വിസിബിൾ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് കേട്ടിട്ട് ഗവൺമെന്റ് ചെയ്തിരിക്കുന്ന ഒരേ കാര്യം, കോവിൻ പോർട്ടലില് രജിസ്റ്റർ AEFI എന്ന് ഒരു എക്സ്ട്രാ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അതിൽ പോയി നിങ്ങൾ ഒരു ഫോം ഫില്ലപ്പ് ചെയ്യാൻ പറ്റും, സബ്മിറ്റ് ബട്ടൺ കൊടുക്കാൻ പറ്റും, കഴിഞ്ഞു, അത്ര തന്നെ. പിന്നെ അതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒന്നും അറിയില്ല. നോബഡി വിൽ കോൾ യു, നത്തിങ് വിൽ ഹാപ്പൻ, ഇറ്റ്സ് എ ബ്ലാക്ക് ബോക്സ്. ചുമ്മാ അവർ കോടതി പറഞ്ഞു എന്നതിന് വേണ്ടി ഒരു കാട്ടിക്കൂട്ടിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. സോ ഇതാണ് ഇപ്പോ ഈ ഗവൺമെന്റിന്റെ ഇത്. ഞാൻ ഇന്ന ഗവൺമെന്റ് എന്ന് പറയുന്നില്ല. ഐ മീൻ സെൻട്രൽ, സ്റ്റേറ്റ്, എവറിബഡി ഈസ് ഹാൻഡ് ആൻഡ് ഗ്ലോ ഇൻ ദിസ്. സോ ദേ ജസ്റ്റ് ഡോണ്ട് കെയർ അബൌട്ട് പീപ്പിൾ. ആൻഡ് ജനങ്ങൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഈ കോവിഡിന് വാക്സിൻ ആവശ്യമുണ്ടോ ഒരു തെറ്റിദ്ധാരണ എല്ലാവരുടെ മനസ്സിൽ എത്തിച്ചു. വാക്സിൻ ആണ് സേവിയർ. അതൊരു വലിയ നുണയാണ്. വാക്സിൻ അല്ല സേവിയർ. ആക്ച്വലി ആഫ്രിക്കയില് which is actually a continent that was not vaccinated in a large sense, നമുക്ക് കോവിഡ് മരണം വളരെ കുറവാണ്, വളരെ വളരെ കുറവാണ്. Wherever there was vaccine, you have more deaths. This correlation is very clear to establish. You can go to our world in data, go to COVID vaccination data page, give the countries that you are interested in, check for any period. You can see a wave after the vaccinations are starting. It's so evident. Nammal vannitte in India, the first wave was almost subsiding in 2020 December. Ningal nokkan pattum valare clear aayittu 2020 December il COVID ഏകദേശം ഇവിടെ കഴിയായിരുന്നു. തിരക്ക് കൂട്ടിയിട്ട് 16th January 2021 ഇവര് വാക്സിനേഷൻ തുടങ്ങി. 26th റിപ്പബ്ലിക് ഡേയിൽ തുടങ്ങുന്നൊക്കെ ഒരു റൂമർ ഉണ്ടായിരുന്നു. അതിന് 10 days അഡ്വാൻസ് ചെയ്ത് തുടങ്ങി. കാരണം എന്താണ് പറഞ്ഞാൽ, ഇനി ഒരു 10 days വെയിറ്റ് ചെയ്താൽ അവിടെ കോവിഡ് തന്നെ ഉണ്ടാവില്ല. സോ അവര് തുടങ്ങിയതോടെ സെക്കൻഡ് വേവ്. അങ്ങനെ നമുക്ക് സമ്മാനിച്ചതാണ് ഈ വാക്സിനേഷൻ സെക്കൻഡ് വേവ്. ദാറ്റ്സ് വാട്ട് വി എൻഡഡ് അപ്പ് വിത്ത്. സോ ഐ മീൻ ദീസ് ആർ ഓൾ നോട്ട് ജസ്റ്റ് baseless and scandalous allegation from a grieving parent. These are all supported by data. Please go to the link given in the press release note where you will see 3 documents. Our petition to the Supreme Court, government's audacious reply to that petition. You know what the government said in the reply? They said, we are not responsible for COVID vaccine deaths. They said COVID vaccine deaths are happening. They accepted it. Even today AEFI government തന്നെ സമ്മതിച്ച 19 മരണങ്ങളുണ്ട്. ഞാൻ ഡേറ്റ നോക്കിയത് ഒരു 6 മാസം മുമ്പ്, ഇപ്പൊ അതിൽ കൂടുതൽ കാണാം. എന്നിട്ടും ഗവൺമെന്റ് പറയുന്നത് കോവിഡ് വാക്സിൻ ഡെത്സ് വി ആർ നോട്ട് റെസ്പോൺസിബിൾ. ദാറ്റ്സ് ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് they are saying is vaccination is voluntary. There cannot be a bigger lie. We all know how much we were all coerced. വെളിയിൽ ഇറങ്ങണമെങ്കിൽ വാക്സിൻ വേണം, അടുത്ത സ്റ്റേറ്റ് പോകണമെങ്കിൽ, സ്റ്റേറ്റ് ആൻഡ് ഡിസ്ട്രിക്ട് പോകണമെങ്കിൽ വാക്സിൻ വേണം, സർട്ടിഫിക്കറ്റ് കാണിക്കണം. They coerced everybody in all possible ways, and now they are saying it is voluntary. And third, they are saying people have to. We have told about adverse events. People should know. We know that nobody told us about adverse events. So government gave big lies in their reply. So we have filed a very detailed affidavit with all the facts, and that can be accessed in that link in the affidavit reply, which shows this whole COVID thing is such a disastrous crime on the whole population actually, and we all are the suffering victims, few suffering victims. ningalippo കാണുന്നത്, I am telling you, 1 in 100. There are thousands and thousands of families crying quietly after having buried their loved ones. കുറെ നടന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ സർക്കിളിൽ തന്നെ കേട്ട് കാണാം, ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. I am telling you, they are coming after each of our families. It is coming again
They are coming in the form of new pandemics, they are coming in the form of new vaccines, and this has to stop. For this to stop, the only way, I cannot trust any of the government institutions anymore. That's why we have come together. The only way is public awareness. Public have to be aware that, because they're not going to take responsibility. Something happens to you, they say we are not responsible. So why should you allow them to force it on you? Please think about it. I want the public to get this message. No family should go through what we went through. So that's the sum and substance of a message. I request the other parents to say a few words. Thank you. എല്ലാവർക്കും നമസ്കാരം. സർ, ഇതെന്റെ മകളാണ് മാളവിക. 2021 ഒക്ടോബർ 26-നാണ് മോൾക്ക് വാക്സിൻ കൊടുത്തത്. ഒക്ടോബർ 26-ന് വാക്സിൻ കൊടുത്തിട്ട് 28 ആകുമ്പോഴത്തേക്കന്നെ ചെറിയ പനി വന്നു. പനി കൂടി. 2-ാം തീയതി രാവിലെ മോള് പറഞ്ഞു എനിക്ക് ഭയങ്കര തലവേദനയാണെന്ന് വെച്ചാൽ. +2 പഠിക്കുന്നതായിരുന്നു. മരിക്കുന്നത് 2021 നവംബർ 6-നാണ്. അതായത് വാക്സിൻ കൊടുത്തിട്ട് ഏകദേശം 10 ദിവസം കഴിയുമ്പോഴത്തേക്ക് മരിച്ചു. ഞാൻ ജല അതോറിറ്റിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥനാണ്. എൻ്റെ എല്ലാ ട്രീറ്റ്മെന്റിനും എനിക്ക് ജല അതോറിറ്റി റീഇംബേഴ്സ്മെന്റ് കിട്ടിയിരുന്നു. എൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് ഒരു ട്രീറ്റ്മെന്റും അതിനു മുമ്പ് നടത്തിയിട്ടില്ല. ഒരു ട്രീറ്റ്മെന്റ് നടത്തിയിട്ടില്ല. ഒരു തരത്തിലുള്ള അസുഖം എൻ്റെ മോൾക്ക് ഉണ്ടായിട്ടില്ല. നല്ല നന്നായിട്ട് പഠനത്തിലും മറ്റ് പഠനേതര വിഷയങ്ങളിലൊക്കെ നമ്മുടെ ഈ കുട്ടികളൊക്കെ വളരെ ഉഷാറായിരുന്നു. വേറെ ഒരു തരത്തിലുള്ള ഇതും ഉണ്ടായിട്ടില്ല. പിന്നെ അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞപാടെ നമ്മളെല്ലാവരും വളരെ സങ്കടത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പോസ്റ്റ്മോർട്ടം പോലും നമ്മൾക്ക് പലർക്കും ചെയ്യാൻ പറ്റില്ല. അത് വളരെ ഒരു ദുഃഖകരമായ ഒരു കാര്യമാണ്. നമ്മൾ ഈ പറയുന്നത് ഒരു വികാരപരമായിട്ട് പറയുന്നൊന്നുമില്ല. ഇനി ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ ഈ മറ്റുള്ളവർക്കൊന്നും സംഭവിക്കാൻ പാടില്ല. അതുമാത്രമാണ് നമ്മുടെ പ്രാർത്ഥന. അല്ലാണ്ട് നമ്മൾക്ക് ഇതിൻ്റെ അകത്ത് ഒരു ലാഭം കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു കോമ്പൻസേഷൻ കിട്ടിയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടോ ഒന്നും. വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വസ്തുതയാണിത്. അല്ലാണ്ട് നമ്മൾ വേറെ ഒന്നിനും വേണ്ടിയിട്ടില്ല. കോടതിയിൽ നിന്ന് പോലും ഈ കേസുകൾ ശരിയായ രീതിയിൽ ജഡ്ജിമാർ അഡ്മിറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിചിത്രമായ ഒരു കാര്യം. എന്താണ് ഇതിന്റെ പുറകിലുള്ള ചേതോവികാരം എന്ന് എനിക്കറിയില്ല. വളരെ ദയനീയമായ അവസ്ഥയാണ്. ഒരു കോടതിയിലും നമ്മുടെ കേസ് കൃത്യമായ രീതിയിൽ അവരിങ്ങനെ ഇത് കാണുമ്പോഴത്തേക്ക് തന്നെ അത് പോസ്റ്റ്പോൺ ചെയ്യണം. കേസുകൾ ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടിരിക്കണം. എന്താണ് അതിന്റെ കാരണം എന്ന് നമുക്ക് മനസ്സിലാവുന്നു. നമ്മൾ ഈ വേണുഗോപാൽ സാർ പറഞ്ഞാൽ, വേണുഗോപാൽ സാർ കുറെ കാലമായിട്ട് കോയമ്പത്തൂരാണ് താമസം. അദ്ദേഹം പാലക്കാടാണ്. ഞാൻ കണ്ണൂരാണ്. സാബു സാർ കോട്ടയത്താണ്. അനിൽ സാറ് കോട്ടയത്താണ്. അങ്ങനെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ നിന്നും അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളിൽ നിന്നും ഒക്കെ കിട്ടിയ വിവരം വെച്ചിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടാണ് ഇത്രയും ആൾക്കാരെ നമ്മൾ സംഘടിപ്പിച്ചത്. ഇതിന് മുൻപ് തന്നെ പല സംഭവങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. പരിയാർ മെഡിക്കൽ കോളേജിൽ തന്നെ ഒരു MBBS പഠിക്കുന്ന ഒരു കുട്ടി ഇതുപോലെ മരിച്ചു വരുന്നു. പക്ഷെ അവർക്ക് നിങ്ങൾക്കറിയാലോ, നമ്മുടെ ഈ കുട്ടികളൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞാലുള്ള ആ അച്ഛനും അമ്മയും അവരുടെ കുടുംബങ്ങളൊക്കെ അനുഭവിക്കുന്ന മാനസിക പ്രയാസങ്ങൾ നിങ്ങളിൽ പലർക്കും ഇത്തരത്തിലുള്ള ആക്സിഡൻസ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുശേഷം നമ്മളെല്ലാരും വളരെ പ്രയാസപ്പെട്ടിട്ടും ജനങ്ങളോട് അഭിമുഖീകരിക്കാൻ തന്നെ പല പ്രയാസങ്ങളുള്ളത് കൊണ്ടും നമ്മൾ പല കുടുംബങ്ങളും ഇതിൽ നിന്ന് മുന്നോട്ട് വരുന്നില്ല. അങ്ങനെ ഒരു പ്രയാസം കൂടി ഇതിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇത് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ് പറഞ്ഞതുപോലെ നമ്മള് ഈ ഒരു പബ്ലിക് അവയർനെസ്സിലൂടെ ഇതിന്റെ പ്രയാസങ്ങളും വിഷമങ്ങളും പുറത്തു കൊണ്ടുവരണം എന്നുള്ള ഒരൊറ്റ ചിന്താഗതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മൾ ഇത് വെച്ചിട്ടുള്ളത്. ഇതിനു മുൻപ് തന്നെ നമ്മൾ വെക്കേണ്ടതായിരുന്നു, ഒരു പ്രസ് കോൺഫറൻസ് ഒക്കെ വെക്കേണ്ടതായിരുന്നു. പക്ഷെ നമ്മൾക്ക് ഇങ്ങനെ ഒത്തുകൂടാനോ ഉള്ള ഒരു വേദി നമ്മൾക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞത് നമ്മുടെ വേണുഗോപാൽ സാറും സാബു സാറും ഒക്കെ വളരെ ഒരു കോർഡിനേഷൻ നടത്തിയത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു പ്രസ് കോൺഫറൻസ് നടത്താനുള്ള ഒരു സൗകര്യം നമ്മൾക്ക് ഉണ്ടായത്. അതിന് നിങ്ങൾ വന്നതിൽ വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ എല്ലാ കുടുംബങ്ങളും നിങ്ങളിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നന്നായിട്ട് കവർ ചെയ്യണമെന്ന് നമ്മൾ ഒരു പ്രാർത്ഥനയുടെ രൂപത്തിൽ റിക്വസ്റ്റ് ചെയ്യും. എന്താ നമ്മുടെ പൊതു ഡിമാൻഡ് എന്താണ്? വർഷങ്ങൾക്ക് ശേഷം നടത്തുമ്പോൾ നിങ്ങൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? പറയാൻ ഉദ്ദേശിക്കുന്നത്
പറയാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് കാര്യമാണ് ബേസിക്കലി. ഒന്നാമത്, നമുക്ക് ഇതിന്റെ സത്യാവസ്ഥ ഇത്ര കാലം കഴിഞ്ഞിട്ടും ജനങ്ങൾക്ക് പൊതുവെ പരക്കനെ എത്തിയിട്ടില്ല എന്ന് കാണുമ്പോൾ ഞങ്ങൾക്ക് കുറെ വേദന കാണുന്നു. ഓരോ കൊല്ലവും ഡിസംബർ 2022 ആവട്ടെ 2023 ആവട്ടെ പുതിയതായിട്ട് ഒരു കോവിഡ് സ്കെയർ ക്രിയേറ്റ് ചെയ്യാൻ ഗവൺമെന്റ്, അതോറിറ്റീസ്, എക്സ്പെർട്സ് ശ്രമിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ആക്ച്വലി പുതിയതായിട്ട് N1 വേരിയന്റ് ആണ്, JN വേരിയന്റ്, മറ്റേത് പറഞ്ഞിട്ട് they try to create a scare. And if people catch on, ആൾക്കാർ 10 ആൾ മാസ്ക് ഇട്ട് നടക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അവർ പിന്നെയും പലതും നടക്കും. ആൾക്കാർ ആരും ചെയ്യാത്തോണ്ട് അങ്ങനെ പോവുകയാണ്. പക്ഷേ this is their trying still. They are not given up because there is a lot of money in it. Pharma money is big. So ഇത് ജനങ്ങൾക്ക് ഇനി ആ ഡേഞ്ചർ ജനങ്ങൾക്ക് പോയിട്ടില്ല. ഇത് ജനങ്ങൾക്ക് ബോധവൽക്കരണം അത്യാവശ്യമാണ് എന്ന് തോന്നിയതാണ് ആദ്യത്തെ കാരണം. രണ്ടാമത്, ഞങ്ങൾക്ക് അപ്പഴേ പറഞ്ഞ പോലെ കോടതികളിൽ കേസുകൾ നടക്കുന്നുണ്ട്. ഞങ്ങളുടെ 2 പാരന്റ്സിന്റെ കേസ് സുപ്രീം കോടതിയിൽ നടക്കുന്നുണ്ട്. പിന്നെ ഇനി ഒരു 4 പാരന്റ്സിന്റെ ഹൈക്കോടതികളിൽ നടക്കുന്നുണ്ട്. ഇതൊക്കെ ജനങ്ങൾക്ക് വന്നിട്ട് അറിയിക്കണം. ജനങ്ങൾക്ക് വന്നിട്ട് ഇത് വന്നിട്ട് ഒരു കോവിഡ് വാക്സിൻ വന്ന ഒരു സേവിയർ അല്ല, അത് വന്നിട്ട് ആരെയും രക്ഷിച്ചിട്ടൊന്നും ഇല്ലാതെ എന്ന് വെച്ചുള്ള ഒരു സത്യാവസ്ഥ ഞങ്ങൾക്ക് എത്തിക്കണം എന്ന് ഞങ്ങൾ വിചാരിച്ചു. അതിന് സമയം ഇപ്പോഴാണ് ഒത്തുകൂടിയത്. ഇതിന് ഒരു ട്രിഗർ പോയിന്റ് മേ ബി ലൈക്ക് ഞങ്ങളുടെ കേസ് സുപ്രീം കോടതിയിൽ മാർച്ച് 1 ആണ് ഹിയറിംഗ് വന്നത്. ഫസ്റ്റ് ഹിയറിംഗ് ഞാൻ പോയിട്ടായിരുന്നു ഡൽഹിക്ക്. വി വർക്ക് വിത്ത് ലോയർ. 2-3 ദിവസം ഇരുന്ന് പണിത് റിട്ടേൺ സബ്മിഷൻ ഒക്കെ റെഡിയാക്കി ഫയലൊക്കെ ചെയ്തു. ഞാൻ വളരെ പ്രതീക്ഷയോടെയാണ് മാർച്ച് 1 കോടതി മുറിയിൽ കയറിയത്. കോടതിയിൽ ഹിയറിംഗ് took all of 1 minute or less than 1 minute. The judge looked at the paper. I have full respect for the judge and I have trust that she will deliver justice. I am not saying anything in contempt, but what really happened was she took less than a minute and she said, "Oh, you filed a case against the government." That was the first statement. Second statement, she said, "You want compensation." She could see only compensation in an affidavit that is 200-page long, in which we are showing so many faults of this whole COVID management, rather mismanagement, and how so many lives have been lost, and all she sees is compensation. Though we very clearly have written that the compensation money will be spent for all social costs. We don't want any money. I mean, ഞങ്ങൾക്ക് കുട്ടി പോയിരിക്കുകയാണ്, and we are all kind of ഞങ്ങൾ അധ്വാനിച്ച് ജീവിക്കുന്ന കൂട്ടത്തിലാണ്. We don't want money from children actually. Compensation clause was added because the case had to be admitted in the court according to the lawyer. അതിനുവേണ്ടി ആഡ് ചെയ്ത ഒരു ക്ലോസിനെ, that's the thing judge could see in that 1 minute. And the third thing she said was, okay, list it after 4 weeks. So I mean, something broke in my heart. I was in the courtroom. I thought I need to talk to the people directly. So then after I came back, then we initiated thing. There is one lawyer friend, through a mutual friend, one lawyer, Sandhya, she helped us to organize this press conference. As a common people, we don't know how to organize a press conference. It happened at this time. This and we are here. That's the reason it's happening now. Otherwise, actually, I was trying to have a press conference in 2021 when the vaccination was going in full swing. I really wanted to say the message that this is dangerous. I wept bitterly when Devi Anilkumar died, the child of Mrs. Ajita and Mr. Anilkumar. You know why? She died on the first anniversary of my daughter because I failed in passing the message to the people. She died. I felt responsible on it. Yeah, I hope you answered it. AEFI ടെസ്റ്റില് ഞങ്ങളിപ്പോ ഡേറ്റ വെച്ച് നോക്കിയതില് ഇപ്പൊ നമുക്കൊരു നമ്മൾ 4 ആൾക്കാരുണ്ടല്ലോ നമ്മള് കേരളത്തിൽ 19 ആൾക്കാരുടെ AEFI ടെസ്റ്റ് ഉണ്ട്. I wish I had the data with me readily. പക്ഷെ എന്റെ അഫിഡവിറ്റ് ലിസ്റ്റിൽ അതിന്റെ ഇതുണ്ട്, ലൈക്ക് അഫിഡവിറ്റ് ഡേറ്റ ഫോർ വിച്ച് ഐ ഹാവ് ഗിവൻ ദ ഡേറ്റ ലിങ്ക്. ഇറ്റ് ഈസ് അവൈലബിൾ ദർ. ഇതിൽ തന്നെ ഇനി 2 കേരളത്തിലത്തെ ഡെത്തിന്റെ കാരണം ലിസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൊല്ലത്തിൽ ഒരാളും എറണാകുളത്തിലത്തെ ഒരാളും മരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ആരെന്ന് പോലും അറിയില്ല. ലൈക്ക് none of us know. നിങ്ങൾക്കും അറിയില്ല, ഞങ്ങൾക്കും അറിയില്ല. ബട്ട് ഇറ്റ് ഈസ് എ വാക്സിൻ ഡെത്ത് ആൻഡ് ഗവൺമെന്റ് ഇറ്റ് സെൽഫ് ഹാസ് അക്നോളജ്ഡ് ഇറ്റ്, ബട്ട് വി ഡോണ്ട് നോ. സോ നമ്മളുടെ ആൾക്കാര് ജസ്റ്റ് ലൈക്ക് ഒരു പുഴുപൂച്ചി എറുമ്പ് നശിക്കുന്ന പോലെ നശിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾ ആഫ്റ്റർ ദ ഗവൺമെന്റ് അഷ്യൂർഡ് us it is safe and effective. നമ്മൾ മൈൻഡിൽ പോകുന്നത് ഓക്കെ, ഇത്ര ആൾക്കാർ, ഇത്ര ലക്ഷം ആൾക്കാർ, ഇത്ര കോടി ആൾക്കാരായിട്ട് ആർക്കൊന്നും ആയില്ല.
ആർക്കും ഒന്നും ആയിട്ടില്ല എന്നുള്ളത് ഇറ്റ്സ് എ ഹൈലി സബ്ജക്റ്റീവ് തിങ്. ഒന്നാമത് ഇതിന്റെ ദീസ് വാക്സിൻസ് ഹാവ് എ വൈഡ് ടൈം റേഞ്ച് ടു ഗിവ് എഫക്ട്. നമ്മൾ പലരും ഞാൻ വാക്സിന്റെ പാർശ്വഫലങ്ങളെ പറ്റി പഠിക്കുമ്പോൾ ഓൺസെറ്റ് ഓഫ് ഡയബറ്റീസ്, ഓൺസെറ്റ് ഓഫ് കിഡ്നി ട്രബിൾസ്, ഓൺസെറ്റ് ഓഫ് ലിവർ ട്രബിൾസ്, ലിസ്റ്റ് നീളുന്നു. ആക്ച്വലി നിങ്ങളെല്ലാം അത്യാവശ്യം പഠിച്ചു നോക്കണം. പോയിട്ട് just go and Google. Don't search for Covishield. You'll get nothing because it's an Indian name. Google for adverse events of AstraZeneca and see how many you get. Plenty are there. And നമ്മൾക്ക് പലർക്കും പലതും അനുഭവപ്പെട്ട് നമ്മൾ അതിങ്ങനെ നമുക്ക് അറിയില്ല. We are not even connecting to vaccine. We are just living our lives. That's what's happening. So എങ്ങനെയാണ് നമുക്ക് നിലനിർത്തുന്നത്? ഇപ്പൊ ഇതിന് ചോദിച്ചെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന പട്ടികയിൽ ആ പർട്ടിക്കുലർ ഇതില് 5 കേസ് A1 ഇട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഹാസ് സംതിങ് കോൾഡ് ആൻ അഡ്വേഴ്സ് ഇവന്റ് ഫോളോയിങ് ഇമ്മ്യൂണൈസേഷൻ ഒരു ബോഡി വെച്ചിട്ടുണ്ട്. ദാറ്റ് ഹാസ് എ ഡിസ്ട്രിക്ട് ലെവൽ, സ്റ്റേറ്റ് ലെവൽ ആൻഡ് നാഷണൽ ലെവൽ. അവര് വന്നിട്ട് എല്ലാം പരിശോധിച്ചിട്ട് അവരെ തീർച്ചയാക്കിയതാണ് ഇത് വാക്സിന്റെ കാരണം ഉണ്ടായ മരണമാണെന്നുള്ളത്. സോ ഇത് വന്നിട്ട് എങ്ങനെ തീരുമാനിക്കണം അവരെ ചോദിച്ചു കഴിഞ്ഞാൽ ദീസ് വാക്സിൻസ് ഹാവ് എ ഫാക്ട് ഷീറ്റ്. അവരുടെ ട്രയൽ ഫേസിലും ടെസ്റ്റ് ഫേസിലും ആൾക്കാർ മരിക്കുന്നതും ഒക്കെ കണ്ടിട്ട് അവർ ഇന്നതാണ് ഇതില് പോസിബിൾ അഡ്വേഴ്സ് ഇവന്റ്സ് അവർ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഇസ് സപ്പോസ് ടു കം ഇൻ ദ ഫാക്ട് ഷീറ്റ്. നമ്മൾക്കൊന്നും അത് തരുന്നില്ല എന്ന് മാത്രം. പക്ഷേ എവറി വാക്സിൻ റെസിപ്പിയന്റ് ഷുഡ് ഗെറ്റ് ദ ഫാക്ട് ഷീറ്റ്. വി ഷുഡ് നോ വാട്ട് ഇസ് എ പോസിബിൾ തിങ്. And then there is something called AEFI, adverse event of special interest. Adverse event of special interest. എന്ന് വെച്ചാൽ ഈ വാക്സിൻ ഇട്ട ശേഷം വരാൻ സാധ്യതയുള്ള ഇനി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള അഡ്വേഴ്സ് ഇവന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ആ ലിസ്റ്റിൽ അതിന്റെ പട്ടിക വളരെ വലുതാണ്. ഇത് വന്ന് ഒരു WHO-ന്റെ ബ്രൈറ്റൺ കൊളാബറേഷൻ എന്നിട്ട് ഒരു സെറ്റപ്പ് ഉണ്ട്, സംഘടനയുണ്ട്, എക്സ്പേർട്സ് അറൌണ്ട് ദ വേൾഡ്. അവര് വന്ന് പുതിയതായിട്ട് എന്തെങ്കിലും ഒരു മരുന്നോ വാക്സിനോ ഇറക്കുമ്പോൾ അവര് വന്നിട്ട് ഇതിന്റെ ലിസ്റ്റ് ഇറക്കും. AEFI ലിസ്റ്റ്, അഡ്വേഴ്സ് ഇവന്റ്സ് ഓഫ് സ്പെഷ്യൽ ഇൻട്രസ്റ്റ് എന്ന്. അതിൽ എന്തൊക്കെ അഡ്വേഴ്സ് ഇവന്റ്സ് ഉണ്ടോ അത് എല്ലാ ഹോസ്പിറ്റലുമാർക്കും എല്ലാ ഡോക്ടർമാർക്കും അറിഞ്ഞിരിക്കണം. കാരണം ആരെങ്കിലും ഒരു പേഷ്യന്റ് അതിന്റെ ഒരു സിംറ്റമോടെ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് ടു ഗിവ് എ റെഡ് ഫ്ലാഗ് ആൻഡ് ദേ ഷുഡ് ഗിവ് എ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ്. ആ പട്ടികയിലുള്ള ഒരു അസുഖമാണ് MIS എന്നുള്ളത്, മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി സിൻഡ്രോം. എന്റെ മോളിൽ ബാധിച്ചത് അതാണ്. പക്ഷേ എന്റെ മോളിൽ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോൾ ഓൾ ദി ഡയഗ്നോസിസ് വാസ് ത്രോട്ട് ഇൻഫെക്ഷൻ ആൻഡ് പനി പാരസിറ്റമോളും അതിന് വേണ്ട ആന്റിബയോട്ടിക്സും തന്നെ അയച്ചു വരും. ബിക്കോസ് നോബഡി ന്യൂ ദാറ്റ് ദിസ് ഈസ് ആൻ അഡ്വേഴ്സ് ഇവന്റ് ഓഫ് സ്പെഷ്യൽ ഇൻട്രസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ദേ സെന്റ് ഇറ്റ് ഫോർ ഓൾ കൈൻഡ് ഓഫ് ലാബോറട്ടറി ടെസ്റ്റ്, ബാക്ടീരിയൽ ടെസ്റ്റ് ഒക്കെ റൂൾ ഔട്ട് ചെയ്തു, വൈറൽ ഇൻഫെക്ഷൻ എല്ലാം. ഈ സമയത്തൊക്കെ അവിടെ ഹൈ ഫീവർ, ഹി വാസ് ഹാവിംഗ് വെരി ഹൈ ഫീവർ ആൻഡ് ഹൈ ഇമ്മ്യൂണോ മാർക്കേഴ്സ്. There is something called CRP actually. So that protein test is very high. D-dimer എന്ന് പറയും, blood clot ആവണമെങ്കിൽ ആ ടെസ്റ്റ് numbers were very high. നമുക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ല. ഡോക്ടർമാര് they only say D-dimer is very high. We don't understand what it is. And then they kept on taking all this. 4 ദിവസം നമ്മുടെ ലോക്കൽ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾക്ക് ഒന്നും പുരോഗമനം കാണാത്തപ്പോ we took her to a medical college hospital. അവിടെ ഏകദേശം 3 weeks she was there. After 2 weeks only they diagnosed it as MIS. ഇത് പക്ഷേ ഗവൺമെന്റ് ഇപ്പോ ഇതിന്റെ എന്തൊക്കെ പോസിബിൾ പാർശ്വഫലങ്ങൾ, എന്തൊക്കെയാണ് AEFI എന്നുള്ള ഫുൾ ലിസ്റ്റും എല്ലാ ഹോസ്പിറ്റലിലും എത്തിച്ച് അതിനെയൊക്കെ ബോധവൽക്കരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഡോക്ടർമാർക്കും എല്ലാവരും കറക്റ്റായി ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവും. That is one of the prayers in our petition in Supreme Court that you should. ഞങ്ങൾ ഒക്ടോബറിൽ കൊടുത്തതാണ്, October 2021 എല്ലാ ഹോസ്പിറ്റലിലും ബോധവൽക്കരിക്കും. പക്ഷേ ഗവൺമെന്റ് വന്നിട്ട് ട്രീറ്റിംഗ് വാക്സിൻ ലൈക്ക് എ ഹോളി കൗ അതിനെ കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് വാക്സിൻ. The fact is it's killing people. So you have to protect people by truth. Only truth can protect. അത് നടക്കുന്നില്ല. And when they go to the hospital, even if the doctors have a slight doubt whether is it because of vaccine, അവർക്ക് ധൈര്യമില്ല പറയാൻ, ഓപ്പൺ ആയിട്ട് അവർക്ക് പറയാൻ പറ്റുന്നില്ല it is because of vaccine. We look at it, that's all. Because everybody are scared to tell it is because of vaccine at that time, because everybody, whoever tells vaccine is bad, I don't know, something can happen to that person. He can be put behind bars also, I think. ആ ഒരു പേടി എല്ലാവരുടെ മനസ്സിലും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. And nobody can speak anything against vaccine. We are not speaking against vaccine. We are speaking against
something introducing into this world without proper investigation. You're killing people. It is a crime. It is a crime because you are getting something into this world without proper investigation. Or okay, then you should give proper instruction to the hospitals or the concerned authorities to say that in case if you get people something like this, you have to treat like this, or inform them that this is the case. This is how the child or the patient is infected. Are you not hearing about sudden heart attacks these days? Anybody questions why? Heart attacks varna? Why are we hearing about so many heart attacks? Why people are not asking questions? Do we have heart attacks? You know, when we face heart attacks, we will say, okay, he had a block. It was start switch. മൂപ്പർക്ക് 2 attack വന്നു 3 attack വന്നു എന്നിട്ടേ വന്നു. Now do you hear anything like that? കുഴഞ്ഞു വീണു മരിച്ചു. Are you not hearing such news? You people are publishing the same thing in the newspapers and TV thing. Why are you not asking questions? എന്തിനാ ഇങ്ങനെ ആവണമെന്ന് ചോദിക്കാത്തെ? See here, government did a good eyewash job. What they did is they kind of made ICMR to publish a study. You know who is ICMR? ICMR is the body behind creation of the vaccine itself. ICMR as the technology is used in preparing Covaxin, and they are asking ICMR to testify whether vaccines are causing heart attack. Do you, anybody in 1% common sense, do you expect ICMR to say vaccines are causing heart attack? Because they are the creators of the vaccine, one of the vaccines. See, that was a complete eyewash. The vaccine ICMR study, which was asked to study the connection between vaccines and heart attack, that is a complete hogwash, and there are excellent articles, one by Dr. Bhaskar and Raman, which I urge all of you to read. Why that study is a complete, I mean, I don't want to use any impolite word here. See, the thing is, you need to read that study. It is a complete bunch of amateurish lies. You need to see that. So they just gone with just trying to whitewash their crime by setting up a study by their own body, which created the vaccine. They are asking it to certify whether there is a connection between them. It is absolutely not there. It won't be there. How it will be there? Here we are requesting only 2 things, sir. I want to record this. That is, any medical intervention, people should have full disclosure. Number 1, they should be told every single known adverse event about the vaccines. Like they are giving full page advertisement, take vaccine. In the same advertisement, they should also say these are the known adverse events. Then let people decide whether I trust the government. It's okay, I'll take the risk. Let them go take. They cannot say it's completely safe and give. That is not full disclosure. Number 1. And then the next is informed consent. Informed consent is a bedrock of medical ethics. You have to give full information to the patient or the recipient of intervention, what it is, whether it can protect. And if you look at the efficacy part of it, effectiveness part, that's another joke. That COVID vaccine doesn't protect you from COVID. There are so many people who took vaccine and had COVID and died from COVID also. So they need to give full information about whatever they are claiming, both on the efficacy front, effectiveness front, and also from the safety front. And then take informed consent, and then only they can give any medical intervention. They cannot simply say it's safe and effective, just go jab everybody. That's wrong. And because why it's wrong? Because they don't take responsibility. When something goes wrong, they say we are not responsible. It's voluntary. You took it and you died. It's your fate. You live it. That's precisely what government said. I'm not making up a single word. You can look into it in the government's reply. So people should know that this is what they are getting when they are looking at any medical interventions offered by government, and they should know the reality behind COVID vaccines, and they should know that people among them have died, and among them are still at risk. They need to kind of detox their bodies and do whatever is needed, and be careful when you go to hospitals. That's what I would say. Yeah. And now, മുമ്പൊക്കെ നമ്മൾ eye hospital പോയി കഴിഞ്ഞാൽ it is just like a 5-star hotel. You hardly there will be 4-5 people coming in. They will finish their job and they will go. ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു eye hospital പോയി കണ്ടിട്ടുണ്ടോ? General hospitalന്റെ തിരക്കാ അവിടെ. ഏതെങ്കിലും ഒരു eye hospital പോയി നോക്കൂ ഇപ്പൊ. So all that, see, yeah. So this is like it is not COVID. ഞങ്ങളുടെ കുട്ടികളും ഉടനെ മരിച്ചുപോയി. ഇനിയും കുറെ ആൾക്കാരുണ്ട്. The generations, people are really impaired. അവരുടെ ദേഹം ആകെ വിഷം കൊണ്ട് നിറച്ചിരിക്കപ്പോ എന്ത് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിൽ എപ്പോ വേണമെങ്കിൽ സംഭവിക്കാം.
And it is not, you don't call lifestyle and all that. No, it is not lifestyle. Poison has gone into your body. Be careful, and then I think people should judge. I mean, if something goes wrong, enda they have now realize cheyidittu vena doctor eduthu povan, because nowadays the health industry itself is fast. They are correct. So I want all the parents to be very careful when they take their child to the hospital. എത്രയും പറ്റിയ വീട്ടിൽ തന്നെ ചികിത്സിക്കുക കുട്ടികൾ എന്തെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകരുത്, because it becomes a business there. It is That's real besides business. the point of this conference. We will not get into that. Thank you. നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ വിക്ടിം എന്ന് പറയാൻ പറ്റുന്ന നോബയുടെ അമ്മയാണ്. ഒറ്റ മോളായിരുന്നു. And she was completely healthy. നോവയുടെ മരണത്തോടാണ് എല്ലാവരും കോവിഡിന് ഇങ്ങനെ ഒരു സൈഡ് എഫക്ട് ഉണ്ടെന്ന് തന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ അറിഞ്ഞത്. കാരണം അവളെ ഏറ്റവും സ്മാർട്ടായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. പക്ഷെ ഞങ്ങൾക്കും അവളെ വാക്സിന്റെ സൈഡ് എഫക്റ്റ് ആണെന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾക്കും മനസ്സിലായില്ല. കാരണം അതിന് മുമ്പായിട്ട് ഒരു മരണം പോലും ഞങ്ങൾ അറിഞ്ഞില്ല ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെന്നുള്ളത്. പറയാനാണെങ്കിൽ ഞങ്ങൾക്ക് വാക്കുകളില്ല. പക്ഷെ ഞങ്ങളുടെ നഷ്ടം ഞങ്ങൾക്കൊരിക്കലും നികത്താൻ പറ്റത്തില്ല. എത്ര പറഞ്ഞാലും ഞാൻ പ്രത്യേകിച്ച് ഈ മരണങ്ങളിൽ ഏറ്റവും നഷ്ടം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഏക മകളായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് പറ്റിയ നഷ്ടം മറ്റൊരാൾക്ക് ഉണ്ടാകരുത്. അതാകൊണ്ടാണ് ഞങ്ങൾ ഒരു പ്രസ് മീറ്റിംഗിൽ ഇരിക്കുന്നത്. അല്ലാതെ ഒരിക്കലും മറ്റൊരു കാര്യം ഉദ്ദേശിച്ചല്ല. കാരണം ഗവൺമെന്റ് ഒക്കെ പല പല വാക്സിനുകളൊക്കെ ഇറക്കും. ആ സമയത്തെല്ലാം ഇതിനെ കുറിച്ചൊക്കെ ഒരു അവയർനെസ് ജനങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളത് പറയാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. കാരണം ഞങ്ങളുടെ നഷ്ടം ഒരിക്കലും മറ്റൊരാളോട് പറഞ്ഞാൽ അത് നികത്താൻ പറ്റാത്ത നഷ്ടമാണ്. 19 വയസ്സ് വരെ ഏറ്റവും മെഡിക്കൽ സ്മാർട്ടായിട്ട് വളർന്ന ഈ ആളാണ്. ഒരു കമ്പൽസറി ആയതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ വാക്സിൻ എടുത്തത്. ഇല്ലെങ്കിൽ ഞങ്ങൾ എടുക്കത്തില്ലായിരുന്നു. പക്ഷെ അത് നിങ്ങൾ നോട്ട് ചെയ്യണം. ലൈക്ക് ബിക്കോസ് ഗവൺമെന്റ് സേസ് ഇറ്റ് വാസ് വോളണ്ടറി. വാട്ട് എ ബിഗ് ലൈ. നമുക്ക് എല്ലാവർക്കും അറിയാം എത്ര നമ്മൾ ഫോഴ്സ് ചെയ്യപ്പെട്ടു. ജോലിക്ക് പോകാനും ഒരു സ്ഥലത്ത് പോകാനും ട്രാവൽ ചെയ്യാനും എല്ലാം വിവർ ഫോഴ്സ്. അനിൽകുമാറിന്റെ കാര്യം വന്നിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് എല്ലാം കോവിഷീൽഡ് മരണമാണോ ചോദിച്ചാൽ അല്ല. ഇപ്പൊ അവരുടെ വന്ന് കോർബിവാക്സ് പറഞ്ഞിട്ട് ചെറിയ കുട്ടികൾക്ക് വേണ്ടി 12 to 15 years old ഉണ്ടാക്കിയ വാക്സിനില് ഇട്ടിട്ട് പിറ്റേ ദിവസം വാക്സിൻ എടുത്ത പിറ്റേ ദിവസം മരിച്ചു. മെഡിക്കൽ 7th standard ഹെൽത്തി ഗേൾ. സോ അവരുടെ ഇത് ഓരോ ഫാമിലിയുടെയും ദുഃഖം വന്നിട്ട് എന്താ പറയാ പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല, പറഞ്ഞറിയിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നതുമല്ല. ആരും അനുഭവിക്കണമെന്ന് ഞങ്ങൾ ഒരിക്കലും അനുഭവിക്കരുതെന്നുള്ള ഒറ്റ കാരണത്തിന് വേണ്ടി പറയുന്നതാണ് ഇത് ആക്ച്വലി. കാരണം നമ്മൾ വന്നിട്ട് ഒരു ചികിത്സയ്ക്ക് പോകണോ, ഒരു രോഗത്തിന് ചികിത്സയ്ക്ക് പോകണോ, ചികിത്സ ഫലമായില്ല മരിച്ചു, അത് ഓക്കെ, യു ക്യാൻ ടേക്ക് ഇറ്റ് ഇൻ വൺ ലൈൻ. ഒരു ആക്സിഡന്റ് ആയ റോഡ് ആക്സിഡന്റ് യു ക്യാൻ ടേക്ക്. ഇത് നമ്മൾ ഹെൽത്തി ആയിരിക്കുന്ന ഒരു കുട്ടിയെ നമ്മൾ പോയിട്ട് നമ്മൾ കുത്തിവെക്കുകയാണ്. അതിന് നന്നാവുമെന്ന് വിചാരിക്കും. ഇനിയും ഇത് കൊടുക്കുക, അത് മരിക്കണോ അതിന്റെ കാരണം. ഇത് വന്നിട്ട് അതിന്റെ ഒരു അവസ്ഥ പറയുന്നത് ഇറ്റ്സ് സംതിങ് ദാറ്റ് ലിവ്സ്, യു വിൽ ഹാവ് ടു ലിവ് വിത്ത് ദ ഗ്രേവ്, ടു ദ ഗ്രേവ്. സോ അത് വന്ന് ആർക്കും വരരുത്. ഇതിന്റെ അത്യാവശ്യം ഇതിന്റെ സത്യാവസ്ഥ എല്ലാ ജനങ്ങളും അറിഞ്ഞിരിക്കണം. നമ്മൾ ഒരാളുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. ഐ ഫീൽ ഐ എം റെസ്പോൺസിബിൾ. ഐ എം ടെല്ലിംഗ് യു. ഐ എം ഷുവർ. I am telling you, I might sound arrogant, but I am not arrogant. I am just stating a fact. You are all responsible. You are all responsible to take it to the people. That's your job now, actually. Because നമ്മൾ പറഞ്ഞാണ്ട് അതിന്റെ കാരണം ആരെങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ we can't live with that. ഞാൻ ആ കുട്ടി മരിച്ച ദിവസം അത്ര കരഞ്ഞു ഞാൻ. കാരണം 1 year since my daughter died, I could not spread the message to everywhere so that that child could be saved. If I had done something, maybe I should have immolated, I should have made a bigger noise, I should have gone to collectorate and made some big noise. I thought all of that. Maybe it would have made a bigger news and that child would have got saved. You understand? So this is something, it's a responsibility. ഇല്ല അതില് ഇപ്പോ ഇല്ലാത്ത ആൾക്കാര് ആരൊക്കെയാണ് എന്താണ് ലാസ്റ്റ് പേജിലൊക്കെ എല്ലാവരും അതില് സിഗ്നറ്ററീസിൽ ഇപ്പൊ ആരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഫസ്റ്റ്, സെക്കൻഡ്,
ലാസ്റ്റ് രഞ്ജിത്ത് കൈപ്പത്തൂർ ഇല്ല, പിന്നെ രചന ഗംഗു ഇല്ല, അവർ US-ലാണ് ഇപ്പോ. അവരും ഞങ്ങളും കൂടിയിട്ടാണ് സുപ്രീം കോടതി കേസ് കൊടുത്തത്. ഷീ ഈസ് വില്ലിംഗ് ടു കം ഓൺ വീഡിയോ കോൺഫറൻസ്, ബട്ട് ഐ ഡോണ്ട് തിങ്ക് ദേ ഹാവ് ടൈം. Maybe I should have started it when we started the video conference. അവരില്ല. പിന്നെ അത്രയുണ്ട്, ബാക്കി എല്ലാവരും റെപ്രസെന്റഡ് ആണ്. അല്ല, ഈ 2 വർഷം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെ കുറിച്ച് ഇതുവരെ ഒരു ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരാൾ പോലും അവരെങ്ങനെ ജീവിക്കുന്നു എന്നൊരു ചുമ്മാതെ പോലും ഒരു 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 തേക്കം ഉണ്ടായിട്ടില്ല. അതിനകത്ത് ഞങ്ങൾക്ക് എപ്പോഴും ഒരു ഇതുണ്ട്. അപ്പൊ എപ്പോഴും നഷ്ടം ആരെന്തോ പറഞ്ഞാലും വീട്ടിലുള്ളവർക്ക് മാത്രമേ ഉള്ളൂ. അത് എല്ലാവരും മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. വേറെ ആരും അത് നമ്മളെ അന്വേഷിക്കത്തുമില്ല, തിരക്കത്തുമില്ല. അതാണ് ഞങ്ങൾ മനസ്സിലാക്കിയൊരു കാര്യം. അതുകൊണ്ട് ആരെത്ര നിർബന്ധിച്ച് ചില വാക്സിന് വേണ്ടി നിർബന്ധിച്ചാലും നിങ്ങൾ തീരുമാനിക്കുക എടുക്കണോ വേണ്ട എന്ന്. കാരണം ഞങ്ങളുടെ നഷ്ടം അത് തന്നെയാണ്. ഇതിനെ കുറിച്ച് നല്ലോണം പഠിക്കുക. കാരണം അതിൽ കുറെ ഇൻഫർമേഷൻ ഉണ്ട് ഇന്റർനെറ്റിൽ. അതിന്റെ പാർശ്വഫലങ്ങൾ നമുക്കത് അറിയിക്കുന്നില്ല. ആരും മീഡിയ വന്ന് ഒരു 10 കേസ് എവിടെയെങ്കിലും ഒരു ജില്ലയിൽ വന്നാൽ അതിനെ തലക്കെട്ടാക്കിയിടും. ഒരാൾ മരിച്ചാൽ എവിടെയെങ്കിലും വന്നു, ഇല്ലെങ്കിൽ അത് ലാസ്റ്റ് പേജ്. അങ്ങനെയാണ് സംഭവിക്കുന്നത്. ആ 10 കേസ് പറയുന്നത് ഒരു ജലദോഷം പോലും ഇല്ലാത്ത ഒരു RT-PCR ടെസ്റ്റ് ആയിരിക്കും. അത് വലിയ നമ്പറാവും, വലിയ കേസാണ്. This is all agenda driven. So I know, I mean, we all are working under various compulsions, but within our constraints, within our compulsions, we have to do what we have to do. Thank you all. Thanks for coming and giving us the time.